ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിയിട്ടുണ്ടെന്ന്. ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ ഇൻവെർട്ടർ തട്ടിപ്പോയിട്ട് കടയിൽ ചെന്നിട്ട് പറഞ്ഞു, ഇൻവെർട്ടർ എനിക്ക് കേടായിപ്പോയി, വന്ന് നോക്കാൻ പറഞ്ഞു. ഇൻവെർട്ടറുകാരൻ വന്നിട്ട് ഇവിടെ നോക്കിയിട്ട് പറഞ്ഞു, സാറേ ഇത് അവിടെ കൊണ്ടിട്ട് കുത്തിയിട്ട് 2 ദിവസം കഴിഞ്ഞ് എന്ത് ചെയ്യണം? നോക്കണം. ഇത് കുത്തിയിടണം, എന്നിട്ട് 2 ദിവസം 44 മണിക്കൂർ ICU കയറ്റിയിട്ട് പറയത്തില്ലയോ, 48 മണിക്കൂർ കഴിഞ്ഞ് പറയാക്കത്തുള്ളൂ എന്ന് പറയുന്നവർക്ക് 2 ബാറ്ററി കൊണ്ടുപോയിട്ട് പറഞ്ഞു 48 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? ഇത് 48 കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞിട്ട് ഒരു അനക്കവും ഇല്ല. അപ്പൊ ഞാൻ വീണ്ടും ആ കടയിൽ ചെന്നിട്ട് ചോദിച്ചു, എൻ്റെ ഇൻവെർട്ടറിന്റെ കാര്യം എന്തായി? അപ്പൊ എന്നോട് പറഞ്ഞു, സാറേ അതിനകത്ത് ബാറ്ററി മൊത്തം എന്ത് ചെയ്താ, സെല്ലെല്ലാം അടിച്ചുപോയി, കത്തിപ്പോയെന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ ഗ്രേസ് TV പ്രോഗ്രാം എല്ലാം എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് കട്ടായ എഡിറ്റ് ചെയ്തുകൊണ്ട് 1.5 മണിക്കൂർ കുത്തിയിരുന്നിച്ച് ഈ രാവിലത്തെ പ്രഭാത സന്ദേശം എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ ഇടുന്ന പരിപാടിയല്ല. ചില ആൾക്കാർ അതിന് മൊബൈൽ അങ്ങോട്ട് ഓണാക്കി വെച്ചിട്ട് പാസ്റ്റർ എന്തോ പറഞ്ഞ, അല്ല, ഒരു 3 മണിക്കൂർ രാത്രി ഇരുന്ന് വർക്ക് ചെയ്താണ് രാവിലത്തെ 6 മണിക്കത്തെ മെസ്സേജ് നിങ്ങൾ കേൾക്കുന്നത്. അതിനിടയ്ക്ക് കറണ്ട് പോയ ഈ ഫയലെല്ലാം എന്ത് ചെയ്യും? അങ്ങ് പോകും, നിരാശയായി. അപ്പൊ ദൈവത്തോട് ചോദിച്ചു എന്ത് ചെയ്യുമെന്ന്, ഒരു പിടിയില്ല. ലാസ്റ്റ് ഈ പുള്ളിക്കാരൻ പറഞ്ഞ് നമുക്ക് 2 ബാറ്ററിയും വെച്ചേക്കാന്ന് പറഞ്ഞു, മിഷന് കുഴപ്പമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എത്ര വേണം? അത് 40 രൂപ വേണമെന്ന് പറഞ്ഞു. 40 രൂപ പോയിട്ട് എൻ്റെ 4000 ഇല്ല ആ സമയത്ത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, പുള്ളിയോട് പറഞ്ഞു അവിടെ വെച്ചേര്, ഞാൻ 2 ദിവസമുള്ളിൽ എന്ത് ചെയ്യാം, വാങ്ങിക്കുക. 2 ദിവസം കഴിയുമ്പോൾ ഈ പുള്ളി വിളിച്ചപ്പോൾ ഞാൻ ഇവിടെ ഉണ്ട്, പുള്ളിയോട് പറഞ്ഞു ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. എനിക്ക് ഇവിടെ കൊണ്ട് യാതൊരു ബന്ധവും ഇല്ല, ആരുമായിട്ടൊരു ബന്ധവും ഇല്ല. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഞാൻ എങ്ങാണ്ട് പ്രാർത്ഥനയ്ക്ക് എങ്ങോട്ട് പോയിട്ട് വന്നിട്ട് വീട്ടിൽ വന്ന് കട്ടിലോട്ട് കയറി അമ്മൻ കിടന്നപ്പോൾ ഹോളിംബെൽ അടിച്ചപ്പോൾ ഞാൻ ഇറങ്ങി വന്ന് നോക്കിയപ്പോൾ 2 പുതിയ ബാറ്ററി ഈ സിറ്റ് ഔട്ടിൽ എന്ത് ചെയ്യുക, ഇരിക്കുക. 2 പുതിയ ബാറ്ററി ഈ സിറ്റ് ഔട്ടിൽ ഇരിക്കുക. എൻ്റെ വയറ്റിൽ കൂടെ ഒരു കത്ത് കത്തിയത് തലേ നിന്നു. കാരണം എന്താ വെച്ചാൽ ഇത് ഫിറ്റ് ചെയ്തിട്ട് പോയാൽ ഞാൻ എത്ര രൂപ കൊടുക്കണം? 40,000 രൂപ കൊടുക്കണം. വെച്ചാ അറിയത്തില്ലേ കേസ്? 40,000 രൂപ കൊടുക്കണം. ഞാൻ അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു. ഞാൻ ലാസ്റ്റ് ലിജിയോട് ചൂടാവുന്നു. അവള് പറഞ്ഞു എന്നോട് ചൂടായിട്ട് എന്നാ കാണിക്കണം? ഞാൻ പറഞ്ഞു ഞാൻ എവിടെയാണ് കൊടുക്കുന്നത്? ഞാൻ പെട്ടെന്ന് കടയിലെ ഓണറിനെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഇത് വെക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, 2 ദിവസം കഴിഞ്ഞ് വെക്കാൻ. എന്നോട് ആ മനുഷ്യൻ പറയുക അത് ആ പിള്ളേരങ്ങ് ചെയ്തോളൂ എന്ന്. ഞാൻ പറഞ്ഞു പിള്ളേർ ചെയ്യും, എനിക്കറിയാം, ചെയ്തിട്ട് പോകുമ്പോൾ കാശ് തരണ്ടേ? അതുവരെ ഞാൻ പിടിച്ചു നിന്ന് കാശില്ല എന്ന് പറഞ്ഞില്ല അവരോട്. അന്നേരം ഞാൻ ആ പുള്ളിയോട് പറഞ്ഞു, ചേട്ടാ എൻ്റെ അത്രയും പൈസ ഒന്നും ഇപ്പൊ എടുക്കാനായിട്ട്. എങ്ങനെ വിറയ്ക്കുക, ഞാൻ പാസ്റ്ററല്ലേ, വേറൊരു മനുഷ്യൻ ഇവിടെ കൊണ്ടുവന്ന് ചെയ്തിട്ട് കാശില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ വില ആദ്യം പോകുന്ന നിങ്ങളുടെയാ. എന്നെങ്കിലും വിറയ്ക്കുക. ആ മനുഷ്യൻ പറയോ, എൻ്റെ കടയിൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു പാസ്റ്റർക്ക് എഡിറ്റിംഗ് ഉള്ളതാണ്, അതുകൊണ്ട് ആ പാസ്റ്റർക്ക് വേണ്ട ഇൻവെർട്ടർ എത്ര ആവും, അത് ഇത്രയും ആകും, ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് കാശ് കൊടുത്തിട്ട് പോയെന്നു. ദൂതൻ ഇറങ്ങുമോ? ഞാൻ ഇവിടുത്തെ പിള്ളേരോട് പറഞ്ഞ് അന്വേഷിക്കട ആരടാ കാശ് കൊടുത്തതെന്ന്. പിള്ളേരെല്ലാം അവിടെ ഇവിടെ എല്ലാം വിളിച്ചു കൊടുത്തു. ആമേൻ. പൈസ ഇറക്കുന്ന ആളുകളുണ്ടല്ലോ, സുവിശേഷ വിലയ്ക്ക് സഹായിക്കുന്നേ, അവരെയും വിളിച്ചു. അവർ പറഞ്ഞു ഞങ്ങൾ ആർക്കും കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. ആ മനുഷ്യരോട് വെച്ച് ആരാന്ന് പറ, ആ പുള്ളിക്കും അറിയത്തില്ല. ആമേൻ. ഒരു കാര്യം മനസ്സിലായി, കൈലി ഉടുത്തോണ്ട് ഒരാൾ വന്നെന്നാ പറഞ്ഞേ. പക്ഷെ ഇന്ന് രാത്രി ആത്മാവി പറയാ, നിന്റെ ആവശ്യം നടക്ക കൈലി ഉടുത്തും ദൂതൻ ഇറങ്ങും. ഇന്നലത്തെ സംഭവമല്ല, 1.5 വർഷത്തിന് മുമ്പുള്ള സംഭവമാ. ഇന്ന് വരെ ആ പൈസ ചോദിച്ച് ഒരുത്തൻ ഇവിടെ കയറിയിട്ടില്ല. ഇന്ന് രാത്രി ആത്മാവി പറയാ, ദൂതൻ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ദൂതൻ ഇറങ്ങും. ആ പെട്ടകത്ത് നീ എന്ത് ചെയ്താൽ മതി, അതിനൊരു കൊമ്പുണ്ട്, ആ കൊമ്പേൽ എന്ത് ചെയ്താൽ മതി, ഉള്ളവരെ പോലെ നിന്നെ നടത്തും. അതാ കൊമ്പിന്റെ മഹത്വമാ. ആരുടെ മഹത്വമാ? ആ കൊമ്പിന്റെ ശ്രേഷ്ഠതയാ. അതല്ലേ നമ്മുടെ അനുഭവം? ഇതിനകത്ത് ചിലരുടെ കണ്ണ് നിറയുന്ന ഞാൻ കാണുന്നുണ്ട്. അതല്ലേ നിന്റെ അനുഭവം? എന്തെങ്കിലും വെച്ചിട്ടാണോ നിന്റെ കൊച്ചിനെ പഠിപ്പിച്ചേ? എന്തെങ്കിലും വെച്ചിട്ടാണോ കഴിഞ്ഞ 5 വർഷം ഫീസ് അടച്ചത്? എന്തെങ്കിലും വെച്ചിട്ടാണോ ഹല്ലേലൂയ മെഡിസിന് പഠിപ്പിച്ചത്, LLBക്ക് പഠിപ്പിച്ചത്? എന്തെങ്കിലും വെച്ചിട്ടാണോ ഹല്ലേലൂയ ആ ബാങ്കുകാരുടെ മുമ്പിൽ നീ രക്ഷപ്പെട്ടത്? എന്തെങ്കിലും വെച്ചിട്ടാണോ, എന്തെങ്കിലും നീക്കിവാക്കി വെച്ചിട്ടാണോ ഇവിടെ വരെ എത്തിയത്? തക്ക സമയത്ത് ഭദ്രമായി സൂക്ഷിച്ച് ഒരു ദൈവം നിനക്കില്ലേ? അങ്ങനെങ്കിൽ കരമടിച്ച് ദൈവത്തിന് ആരാധന കൊടുക്ക്. കൊമ്പെന്ന് പറഞ്ഞ കുളമ്പാണോ? ആണോ?
കൊമ്പെന്ന് പറഞ്ഞ കുളമ്പാണോ? എവിടാച്ചാ? തലയ്ക്ക് മീതെ. പറ, തലയ്ക്ക് മീതെ. തലയ്ക്കു മീതെ. കുളമ്പ് എവിടാ? കാലയില അല്ലേ? ഇവിടെ കൊമ്പോളം ഉയർത്തു എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിക്കട്ടെ, നിന്നെ നിന്ദിച്ചവരുടെ മീതെ, നിന്നെ പരിഹസിച്ചവരുടെ മീതെ, നിന്നെ മാറ്റി നിർത്തിയവരുടെ മീതെ, നിന്റെ നന്മയെ അപകരിച്ചവരുടെ മീതെ, നിനക്ക് തരേണ്ടവരുടെ തരാതെ നിന്നെ മാറ്റിവെച്ചില്ലേ അവരുടെ മീതെ കൊമ്പുപോലെ നീ ഉയർച്ച അനുഭവിക്കൂ.